ലക്ഷദ്വീപിൽ ഒരു ഗോത്രവർഗ സമൂഹമാണ്. ആ ഗോത്രവർഗ സമൂഹത്തിന്റെ തനത് സംസ്കാരം എന്ത് വില കൊടുത്തും പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആദിവാസികൾ, ഗോത്രവർഗ സമൂഹങ്ങൾ, ഇവരുടെയൊക്കെ തനത് കലകളും തനത് സംസ്കാരങ്ങളും ജീവിത രീതികളും നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആധുനികവൽക്കരണം നടക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവിടെയും ബാധകമാകേണ്ടതുണ്ട്. ഒരുപാട് നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ 10 ദ്വീപുകൾ. 36ഓളം ദ്വീപുകളുണ്ട്. ബാക്കി ദ്വീപുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദ്വീപുകാർക്ക് അവകാശപ്പെട്ടത് തന്നെയാണത്. എന്തെങ്കിലും ഈ മനുഷ്യവാസം ഉള്ള ദ്വീപുകൾ കടലെടുത്തു പോയാൽ അവർക്ക് കരയിലേക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടി കരുതി വെക്കപ്പെട്ട സ്വത്തുക്കളാണ്, ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ മറ്റു ജനവാസം ഇല്ലാത്ത ദ്വീപുകൾ എന്ന് പറയുന്നത്. അവർക്കാരും പിന്നെ നാട്ടിൽ സ്ഥലമൊന്നും കൊടുക്കൂല. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. കപ്പലിലും ബോട്ടിലും ശിഷ്ടകാലം അലഞ്ഞു തിരിഞ്ഞ് ചെലവഴിക്കേണ്ട ഒരു ദുര്യോഗം ദ്വീപുകാർക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദ്വീപുകളിലും ആളുകൾ പോയി താമസിക്കാതെ ഇപ്പൊ കുറച്ച് ദ്വീപുകളിൽ താമസിച്ച് എന്തെങ്കിലും അതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ ജനവാസയോഗ്യം ഇപ്പോഴല്ലാത്ത ദ്വീപുകളിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടൂറിസത്തിന്റെ പേരിൽ കൊടുക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ വ്യക്തമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവണം. അതിന്റെ ബെനിഫിറ്റ് ആത്യന്തികമായിട്ട് ഈ നാട്ടുകാർക്ക് കിട്ടണം. പലരും പല രീതികളിൽ പല ദ്വീപുകളിലെയും സ്വത്തുക്കൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിന്റെ ആദായം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അവിടെ ജോലിക്ക് അവരെ എടുക്കണം. അത് എടുക്കും എന്ന് നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും ആ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുണ്ടാകാൻ പാടില്ല. എവിടെ ഒരു പ്രദേശത്ത് ടൂറിസം വരുമ്പോഴും ആർക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപജീവന വഴി പുതിയ സംരംഭത്തിൽ കണ്ടെത്താനുള്ള വഴി ഒരുങ്ങാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വഴി ഇവിടെയും ഒരുങ്ങേണ്ടതുണ്ട്. ജീവിത ചെലവ് വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണിത്. ഇപ്പൊ നാട്ടില്, ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ പ്രദേശത്ത് കേരളത്തില് 25 ലക്ഷം രൂപക്ക് ഒരു വീടുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതേ വീട് ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 40 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അത്രക്ക് കൂടുതലാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ഈ പ്രദേശങ്ങൾക്കുള്ളത്. ഇവിടെ അതൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ശമ്പളം ഇത്തരം ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ വരുന്ന സംരംഭകരിൽ നിന്ന്, സംരംഭങ്ങളുടെ മുതലാളിമാരിൽ നിന്ന്, അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് ദ്വീപുകാർക്ക് വാങ്ങിക്കൊടുക്കേണ്ട ചുമതല ഇതിന് മുൻകൈയെടുക്കുന്ന ആളുകൾക്കുണ്ട്. പല പല പ്രശ്നങ്ങളും ദ്വീപുകാർ നേരിടുന്നുണ്ട്. അതിലൊന്ന് യാത്രാ പ്രശ്നം തന്നെയാണ്. അവർക്ക് കേരളത്തിലേക്ക് പോകണമെങ്കിൽ 6 ഷിപ്പുകൾ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ 2 ഷിപ്പുകളേ ഉള്ളൂ. സാധാരണക്കാർ ഷിപ്പുകളെയാണ് യാത്രക്ക് ആശ്രയിക്കുക. അവർക്ക് വലിയ തുക കൊടുത്ത് ഫ്ലൈറ്റിലൊന്നും പോകാൻ വയ്യ. നിരവധി വിദ്യാർത്ഥികൾ, ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികളും എന്ന് തന്നെ പറയാം, ഉപരിപഠനത്തിന് കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ ഗവൺമെന്റ് കോളേജുകളിൽ ഉൾപ്പെടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ആ കുട്ടികൾക്ക് വരെ ഇവിടെ നിന്ന് സമയത്ത് കോളേജിൽ എത്താൻ കഴിയുന്നില്ല. എത്തിപ്പെടാൻ സാധിക്കാത്തത് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ്. 2 കപ്പലുകളാണ് അത്ര ഇപ്പോൾ ഉള്ളത്. ആളുകൾ നേരത്തെ റിസർവേഷൻ എടുക്കാൻ വേണ്ടി പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ കാത്തുകെട്ടിക്കിടന്നിരുന്നത് പോലെ കാത്തുകെട്ടിക്കിടന്നിരുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് അതിൽ നിന്നൊരു മുക്തി നൽകുന്നതിന് വേണ്ടി ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി ഷിപ്പിൽ. പക്ഷെ അത് ഹാക്കർമാർ ഹാക്ക് ചെയ്യുകയും അവരിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതോടുകൂടി സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഞാൻ ഇന്ന് തന്നെ 2 വിദ്യാർത്ഥികളെ കണ്ടുമുട്ടുകയുണ്ടായി. അവർ രണ്ടുപേരും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോ അവർക്ക്
തക്ക സമയത്ത് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. ദ്വീപുകാരുടെ സാംസ്കാരിക അസ്തിത്വം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പൊ ഗുജറാത്ത്, അവിടെ ടൂറിസം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗുജറാത്ത് ഇന്ത്യയിൽ മദ്യം നിരോധിക്കപ്പെട്ട സംസ്ഥാനമാണ്. അവിടെ ഡെസ്റ്റിനേഷനുകളിൽ മദ്യം പരസ്യമായിട്ട് വിളമ്പണ്ട എന്നും ഇവിടെ അത് വേണമെന്നും ശഠിക്കുന്നതിലെ അനൗചിത്യം ബന്ധപ്പെട്ടവർ ആലോചിക്കണം. ലക്ഷദ്വീപിലേക്ക് ആളുകൾ വരുന്നത് അവർക്ക് സ്വകാര്യമായിട്ട് അതൊക്കെ ചെയ്യാം, അതൊന്നും തെറ്റില്ല. കാരണം നമുക്കാരെയും നിർബന്ധിച്ച് നിങ്ങൾ മദ്യം കുടിക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ സ്വകാര്യതയിൽ നിന്നുകൊണ്ട് ചെയ്യാം. പക്ഷെ അത് പരസ്യമായി ഒരു ബാർ ഹോട്ടലുകളൊക്കെ എല്ലാവർക്കും എന്ന രീതിയിൽ തുറക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കും. ഗുജറാത്തിൽ അത് ഇല്ലല്ലോ. അപ്പൊ സമാനമായിട്ടുള്ള ഒരു ടൂറിസം ഡെവലപ്മെന്റ് ഗുജറാത്തുകാരനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ഇവിടെയും ആപ്ലിക്കബിൾ ആക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ച നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനെ ഇനിയും പ്രോത്സാഹിപ്പിക്കണം. അതിന് ദ്വീപുകാർ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കണം. ഇപ്പൊ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ദ്വീപുകളിൽ നിന്ന് വന്നു കഴിഞ്ഞു. ആ ഒരു മുന്നേറ്റം തുടരണം. അതാണ് എനിക്ക് ദ്വീപുകാരോട് പറയാനുള്ളത്. പിന്നെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് നന്മകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 2-3 പെൺകുട്ടികളുള്ള ഒരു പിതാവ് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇവിടെ സ്ത്രീധനം കൊടുക്കേണ്ട വിഷയമില്ല. ഇവിടെ ഏത് പുരുഷനാണോ വിവാഹം കഴിക്കുന്നത് ആ പുരുഷനാണ് എന്ത് ചെയ്യേണ്ടത്? പണം കൊടുക്കേണ്ടത്. അപ്പോ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് യാതൊരു വറിയുമില്ലാതെ, യാതൊരു ആശങ്കയോ ഭയപ്പാടോ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. സ്ത്രീയുടെ പദവി ഉയരണമെങ്കിൽ അത്തരത്തിലുള്ള രീതികൾ ലോകമെമ്പാടും സ്വീകരിക്കപ്പെടണം. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കപ്പെടണം. ഒരു ആൺകുട്ടിയെ പോലെ തന്നെയാണ് പെൺകുട്ടി, കുടുംബത്തിന് മുതൽക്കൂട്ടാണ് എന്നുള്ള ധാരണ വരുമ്പോൾ മാത്രമേ പെൺകുട്ടികളോടുള്ള വിവേചനം അവസാനിക്കൂ. വീടുകളിൽ നിന്നാണ് പെൺകുട്ടികളോടുള്ള വിവേചനം ആദ്യം ഇല്ലാതായി തുടങ്ങേണ്ടത്. സ്വന്തം മാതാപിതാക്കളാണ് മക്കളെ വിവേചിക്കുന്നത്. ആ വിവേചനം വരുന്നത് ഇങ്ങനെയാണ്. പെൺകുട്ടികൾ വിവാഹം കഴിക്കപ്പെടണമെങ്കിൽ അവർ ഡോക്ടർമാരാണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം കൊടുക്കണം. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. ഈ അടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MD-ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. എന്തിന്? താൻ സ്നേഹിച്ച പയ്യൻ സ്ത്രീധനം ചോദിച്ചു എന്നുള്ളതിന്റെ പേര്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിൽ നിർബന്ധം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. തങ്ങളുടെ മക്കളെ സ്ത്രീധനം ചോദിച്ചു വരുന്ന ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന തീരുമാനം രക്ഷിതാക്കൾ എടുക്കണം. അതാണ് എന്നെ വളരെ കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നത്. ഈ നാട്ടുകാരിൽ നന്മയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. പിന്നെ ഇവിടെ പറ്റിക്കല്, വഞ്ചിക്കല്, ചതി ഇതൊക്കെ വളരെ കുറവാണ്. വളരെ കുറവുള്ള പ്രദേശമാണ്. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടുന്ന് ഞാൻ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലിന് വേണ്ടി വന്നവരാണ് നാമമാത്രമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രതികളായി ചേർക്കപ്പെടുന്നത്. പ്രദേശക്കാരായിട്ടുള്ള ആളുകൾ, ദ്വീപുകാരായിട്ടുള്ള ആളുകൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അതും ഈ പ്രദേശക്കാരുടെ ഒരു നന്മയുടെ ലക്ഷണമാണ്. ഞാൻ പറയും, കരയിലേക്ക് പോയി അവിടുത്തെ ആളുകളുടെ നന്മകൾ ഉൾക്കൊള്ളാതെ അവരുടെ തിന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഞാൻ പറയാറ്. അവർക്ക് എവിടെ പോയാലും അവരുടെ നാടിന്റെ സംസ്കാരം, അവരുടെ ഗോത്രവർഗ സംസ്കാരം, അതിലൊരു മതവുമായിട്ടൊന്നും ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു കൾച്ചർ. അപ്പൊ ആ കൾച്ചർ
സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ആ കൾച്ചർ എന്ന് അവരിൽ നിന്ന് പോകുന്നു, അന്ന് അവർ ദ്വീപുകാരല്ലാതായി മാറും. അതാണ് അവർ ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നിലനിൽക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർക്ക് തുല്യനായി എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുണ്ട്. പക്ഷെ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭക്കാണ് പ്രാമുഖ്യം. അവർ പറയുന്നതാണ് അവിടെ നിയമമായിട്ട് വരിക. അല്ലാതെ അവിടുത്തെ ഗവർണർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമം ഉണ്ടാക്കാനോ അതിൽ ഇടപെടാനോ കഴിയില്ല. ഇപ്പൊ തന്നെ സുപ്രീം കോടതി വളരെ ശക്തമായിട്ട് നിയമസഭ പാസാക്കിയ നിയമങ്ങൾ അങ്ങനെ അനന്തമായിട്ട് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർമാർക്ക് അധികാരമില്ല, പ്രസിഡന്റിന് പോലും അധികാരമില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റർ രാജാണ് നിലനിൽക്കുന്നത്. അത് ആര് വന്നാലും ശരി, IAS ഉദ്യോഗസ്ഥന്മാർ വന്നാലും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയാലും ഒക്കെ തന്നെ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇച്ഛകൾ, അവരുടെ തീരുമാനങ്ങൾ ഇത് മാത്രമാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ ഇവക്കൊന്നും ഒരു പ്രാധാന്യവും നൽകപ്പെടുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട MP പോലും അഡ്മിനിസ്ട്രേറ്ററുടെ താഴെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്ററുടെ താഴെയാണ്. അവർ പറഞ്ഞാൽ ഒന്നും അഡ്മിനിസ്ട്രേറ്റർമാര് കേൾക്കില്ല. മുമ്പ് IASകാരാണ് എന്നുള്ള ഗർവാണ് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അഡ്മിനിസ്ട്രേറ്റർമാര് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായി നിയമിക്കപ്പെടുന്നവരായിട്ട് മാറി. അപ്പോ ഞങ്ങളെ നിയമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് അഡ്മിനിസ്ട്രേറ്റർമാർ പെരുമാറുന്നത്. അതുകൊണ്ടാണ് സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങൾ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുണ്ടായത്. ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് മദ്യശാലകൾ തുറക്കുന്നു, ഇവിടുത്തെ സ്കൂളുകളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വിവാദങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരുന്നു. അതൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു നാട്ടിൽ നിലനിൽക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തെ പരിരക്ഷിച്ചുകൊണ്ടാവണം ആ നാട്ടിൽ കാര്യങ്ങൾ നടക്കേണ്ടത്. ഇവിടെ ദ്വീപുകാരാണ്, ദ്വീപിൽ നിന്ന് പുറത്തു വന്ന് ഒരാളും ഇവിടുത്തെ ഒരു സ്കൂളിലും പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദ്വീപിലെ ഗോത്രവർഗ സമൂഹം കാലങ്ങളായിട്ട് ഉപയോഗിച്ചു പോരുന്ന ഡ്രസ് സ്റ്റൈലുകളുണ്ട്, ഭക്ഷണ രീതികളുണ്ട്, ചില അരുതായ്മകൾ എന്നവർ കരുതുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ നടപ്പിലാക്കി ജനകീയമാക്കി ഇവരുടെ ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്ന് അകറ്റാൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുന്നത് വലിയ വിപത്തിനായിരിക്കും കളമൊരുക്കുക. നമ്മളുടെ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത ഇതൊക്കെ പരിരക്ഷിച്ച് നിർത്തേണ്ട ഒരു ചരിത്ര സന്ധിയിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തന്നെ നടത്തിയാൽ ആർക്കാണ് അതിന്റെ നേട്ടം കിട്ടാൻ വേണ്ടി പോകുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം രാജ്യത്ത് ഐക്യമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്? കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാർ അതിന് ശ്രമിക്കുന്നതിന് പകരം അവര് മറ്റുള്ള അനൈക്യപ്പെടുത്തലുകൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ പ്രതികൂലമായി ബാധിക്കും, രാജ്യത്തിന്റെ ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കും. മുന്നോട്ടുള്ള പ്രയാണം നന്നാവണം. നമ്മളുടെ രാജ്യത്തിന് ശത്രുക്കൾ വർദ്ധിച്ചു വരികയാണ്. ഒരു ഭാഗത്ത് ചൈന, മറുഭാഗത്ത് പാകിസ്ഥാൻ. ആ പൊതു ശത്രുവിനെ നേരിടാൻ നമ്മളുടെ രാജ്യത്തുള്ള ജനങ്ങൾ ഐക്യപ്പെടണം. ആ ഐക്യപ്പെടലിന് വിഘാതമായി നിൽക്കുന്ന ഒന്നും ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി. അതിനെ ഏറ്റവും അധികം എതിർത്തത് കാശ്മീരിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അവിടെ ഒരു ഭീകരവാദിയുടെ വെടിയേറ്റ് മരിച്ചത് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കശ്മീരി ആയിട്ടുള്ള ഡ്രൈവറാണ്. കാശ്മീരിലെ ജനങ്ങൾ ഭീകരവാദത്തിനെതിരായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഭീകരവാദികൾ, 2, 3, 4 ഭീകരവാദികൾ നടത്തിയ കൊടുംക്രൂരതയുടെ പേരിൽ അവരെ പ്രതികൂട്ടിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതുണ്ടാകാതെ നോക്കണം ഇന്ത്യ ഗവൺമെന്റ്. എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തി മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ സർക്കാരിന് കഴിയണം.
അതിന്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിലും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൈവെക്കുക എന്ന തീക്കളി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. അപ്പൊ ഞാൻ ഇവിടെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്തിനാണ് അവ പൊളിക്കുന്നത് എന്ന് വെച്ചപ്പോ അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയത് പണിയാൻ. സത്യത്തിൽ ഒരു ബിൽഡിംഗ് ഇവിടെ പണിയണമെങ്കിൽ എത്ര കോടി രൂപ വരും? നമ്മളിപ്പോ കേരളത്തിൽ പണിയുന്നതിന്റെ 1.25 100 രൂപക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്, അല്ലെങ്കിൽ 1 കോടിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണെങ്കിൽ 1,75,00,000 രൂപ ഉണ്ടെങ്കിലേ ഇവിടെ ആ പണി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിലവിലുള്ള കെട്ടിടം തന്നെ റിനോവേറ്റ് ചെയ്തിട്ട് നല്ല ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്ന് അത് റിനോവേറ്റ് ചെയ്യിപ്പിച്ച് അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാക്കിയിട്ട് പരിണാമം നടത്താൻ വേണ്ടി പറ്റും, രൂപാന്തരപ്പെടുത്താൻ വേണ്ടി, മാറ്റം വരുത്താൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള സമീപനങ്ങളാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർമാര്, PWD ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ അവലംബിക്കേണ്ടത്. പോണ്ടിച്ചേരി വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ്, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. പോണ്ടിച്ചേരിക്ക് ഒരു സംസ്ഥാനമാകാമെങ്കിൽ എന്തുകൊണ്ട് ലക്ഷദ്വീപിന് ഒരു സംസ്ഥാനമായി കൂടാ? സംസ്ഥാനം അങ്ങനെ തന്നെ പറഞ്ഞാൽ, ഇപ്പൊ ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായിരുന്നല്ലോ, ഡൽഹി പിന്നീട് സ്റ്റേറ്റ് ആയിട്ട് മാറി. ആൻഡമാൻ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഗോവ നേരത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു, അവിടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി. വൈകാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറേണ്ടതായിട്ട് വരും. അതിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ ലക്ഷദ്വീപിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അസംബ്ലി ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ആ വാദം ന്യായമാണ്. അത് ലക്ഷദ്വീപിന്റെ ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള വലിയൊരു കാൽവെപ്പായിരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചെങ്കിലും അധികാര വികേന്ദ്രീകരണം ഇന്നും യാഥാർത്ഥ്യമാകാത്ത പ്രദേശമാണ് ലക്ഷദ്വീപ്. അധികാര കേന്ദ്രീകരണമാണ് ഇവിടെ നടക്കുന്നത്. ആവശ്യങ്ങൾ അവരുടെ മനസ്സറിയണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണം. അവരിലൂടെ മാത്രമേ ഒരു നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ ഭരണകർത്താക്കൾക്ക് സാധിക്കുകയുള്ളൂ, മുകളിൽ ഇരിക്കുന്നവർക്ക് കഴിയുകയുള്ളൂ. ഞാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. ഇപ്പോഴത്തെ MP ഹംദുള്ള സയ്യിദുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന്റെ വന്യനായിട്ടുള്ള പിതാവ് സയ്യിദ് സാഹിബുമായിട്ട് ഞാൻ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടവും ബഹുമാനവും ആയിരുന്നു. കഴിഞ്ഞ MP ആയിരുന്ന ഫൈസലുമായിട്ട് ഞാൻ നല്ല അടുത്ത ബന്ധമാണുള്ളത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദ്വീപുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഷ്ട്രീയം മറക്കുക, എന്നിട്ട് ദ്വീപുകാർക്ക് വേണ്ടി നിലകൊള്ളുക. അതാണ് പല രാജ്യങ്ങളുടെയും പുരോഗതിക്ക് കാരണം. തെരഞ്ഞെടുപ്പിന് വലിയ വാഗ്വാദങ്ങളും വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പ്രകടിപ്പിക്കും, മത്സരിക്കും. ഒരു കൂട്ടർ ജയിക്കും, വേറൊരു കൂട്ടർ തോൽക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒന്നാണ് എല്ലാവരും. തമിഴ്നാട്ടിൽ അത്തരമൊരു രീതിയാണ് നിലനിൽക്കുന്നത്. അവിടെ ആര് ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും തമിഴ്നാടിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ആര് മുന്നോട്ട് വന്നാലും, അത് ഭരണപക്ഷം മുന്നോട്ട് വന്നാൽ പ്രതിപക്ഷം അതിന്റെ കൂടെ നിൽക്കും. അങ്ങനെ നിൽക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തമിഴ്നാട്ടിന് ഒരുപാട് മെച്ചങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റി. വിവിധ സർക്കാരുകൾക്ക് കീഴിൽ, അത് BJP സർക്കാരായിരുന്ന സമയത്തും നോൺ BJP സർക്കാരായിരുന്ന കോൺഗ്രസ് സർക്കാരായിരുന്ന കാലത്തും അതിന് സാധിച്ചു. UPA സർക്കാരുകളായിരുന്ന കാലത്ത് സമാനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ലക്ഷദ്വീപിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും മാറിയാൽ മാത്രമേ ലക്ഷദ്വീപിന്റെ വികസനം അതിന്റെ സമ്പൂർണതയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. ഈ ആളുകൾ, അഡ്മിനിസ്ട്രേറ്റർമാര് എന്താണ് ചെയ്യുക? ആദ്യം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള നേതാക്കന്മാരെ വ്യത്യസ്ത തട്ടുകളിൽ നിർത്തും. ഒരു പക്ഷത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ ആളുകളാക്കി നിർത്തും, മറുപക്ഷത്തെ അദ്ദേഹം ശത്രുപക്ഷത്തും നിർത്തും. ഈ ലക്ഷദ്വീപിൽ നിന്ന് ശത്രുപക്ഷത്ത് ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് നിർത്താൻ
ഒരാളും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അത് ശത്രുപക്ഷമാണെങ്കിൽ ശത്രുപക്ഷം. ശത്രുപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള ആളുകളല്ല. ഈ ലക്ഷദ്വീപിന്റെ സംസ്കാരം പരിരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ പക്ഷമാകണം ഒരു പക്ഷം. ആ പക്ഷമേ ഉണ്ടാകാൻ പാടുള്ളൂ ലക്ഷദ്വീപുകാർക്കിടയിൽ. തെരഞ്ഞെടുപ്പ്, ഞാനിപ്പോ 4 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചു. അപ്പൊ ഇനിയൊന്ന് മാറി നിൽക്കാം. പുതിയ ആളുകളുണ്ടെങ്കിൽ അവർ വരട്ടെ. അപ്പൊ നമ്മള് ഇതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതെ അടിച്ചു പിടിച്ച് മത്സരിക്കാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങി നിൽക്കുകയാണ് എന്നുള്ള ഒരു ധാരണ ആർക്കും വേണ്ട. ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീരും. പുതിയ ആളുകൾ വരികയാണെങ്കിൽ വരട്ടെ, അതിന് സ്വാഗതം ചെയ്യാണ് ഞാൻ. ഒരു സമൂഹവും ആത്മവിമർശനം നടത്താതെ മുന്നോട്ട് പോയാൽ അവർക്ക് പുരോഗതി ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒരു സമൂഹത്തെയും ദൈവം മാറ്റുകയില്ല. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തെയും പടച്ചവൻ മാറ്റുകയില്ല അവർ സ്വയം മാറാൻ സന്നദ്ധമാകുന്നത് വരെ. നമ്മളാണ് മാറണോ മാറണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. മുസ്ലിങ്ങൾ മതവിദ്യാഭ്യാസം ലഭിക്കുന്ന ആളുകളാണ്. മറ്റു പല മതക്കാർക്കും അങ്ങനെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ഒരു തെറ്റിലും ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് മുസ്ലിങ്ങൾ ഇത്ര ശതമാനമുണ്ട്, ആ ശതമാനത്തിന്റെ അത്ര തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർ അവരായാൽ കുഴപ്പമില്ല. ഇതെന്താ ജോലി സംവരണമൊന്നും അല്ലല്ലോ. തെറ്റുണ്ടാവുമ്പോ അതില് മുസ്ലിം റിസർവേഷൻ പാലിക്കപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടാൻ. അപ്പോ ഒരൊറ്റ മുസ്ലിമും അവര് മതവിദ്യാഭ്യാസം ആർജിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ ഉൾപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് മയക്കുമരുന്ന്, അതിന്റെ വ്യാപനം, രാസലഹരിയുടെ ഉപയോഗം, അതിന്റെ വിൽക്കൽ വാങ്ങൽ, ഇതിലൊന്നും ഒരു മുസ്ലിം പേരുള്ള ആള് വരാനേ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പള്ളികൾ, മിമ്പറുകളിൽ നിന്ന്, മദ്രസകളിൽ, മതവേദികളിൽ ഇതൊക്കെ തന്നെ തുറന്നു പറയേണ്ടതുണ്ട്. കള്ളക്കടത്ത്, പിന്നെ പണത്തോടുള്ള അമിതമായ ആർത്തി, പണത്തിനു വേണ്ടി എന്തും ചെയ്യാനുള്ള ത്വര, ഇതൊക്കെ മനുഷ്യനിൽ, ഒരു മുസ്ലിമിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോ ആ ഒരു രീതിക്ക് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളിൽ. അത് മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ, മുസ്ലിം പണ്ഡിതന്മാർ അതേക്കുറിച്ച് ഗൗരവപൂർവം ആലോചിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആത്മവിമർശനം മുസ്ലിം സമുദായം നടത്തണം. ആത്മവിമർശനം നടത്തിയില്ലെങ്കിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തെ പോലെയാകും നമ്മൾ. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം വമിച്ചു തുടങ്ങും. സത്യത്തിൽ ആത്മവിമർശനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അനുപേക്ഷണീയമാണ്. ഒഴുക്കുണ്ടാകുമ്പോഴാണ് ഒരു പുഴ പുഴയാകുന്നത്, അല്ലെങ്കിൽ കുളം എന്നാണ് പറയുക. കുളത്തില് ആളുകൾ വെള്ളം ഉപയോഗിക്കാതെ കെട്ടി നിൽക്കുന്നു എങ്കിൽ, ഒഴുക്കില്ലാതെ കെട്ടി നിൽക്കുന്നു എങ്കിൽ, കുറെ കഴിയുമ്പോൾ അതിൽ നിന്ന് ദുർഗന്ധം പുറപ്പെടാൻ വേണ്ടി തുടങ്ങും, വമിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അത്തരമൊരു സ്ഥിതി മുസ്ലിം സമുദായത്തിന് ഉണ്ടാവരുത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞത്. ഗാന്ധിയൻ തത്വചിന്ത, ഗാന്ധിയൻ മൂല്യങ്ങൾ, ഗാന്ധിയൻ ധർമ്മ ഉപദേശങ്ങൾ, ഇതിന് വലിയ പ്രസക്തി നമ്മുടെ രാജ്യത്തുണ്ട്. ആർക്കും അത് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. മഹാത്മാഗാന്ധി, ഞാൻ വായിച്ച മനുഷ്യരിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എനിക്ക് വേറെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എല്ലാ രംഗത്തും അദ്ദേഹത്തെ പോലെ പറഞ്ഞത് പ്രാവർത്തികമാക്കിയ വേറെ ഏത് നേതാവുണ്ട്? വേറെ ഏത് രാഷ്ട്രീയക്കാരനുണ്ട്? അദ്ദേഹം തന്റെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ മറ്റുള്ള വിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തിയില്ല, ഇകഴ്ത്തിയില്ല. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നവനെ സ്വന്തം വിശ്വാസത്തെ ബഹുമാനിക്കാൻ വേണ്ടി കഴിയും. എല്ലാ മതപ്രവാചകന്മാരെയും ആദരിക്കുന്നവർക്ക് സ്വന്തം മതപ്രവാചകന്മാരെ ആദരിക്കാൻ സാധിക്കും. ഇന്ത്യ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയാണ്, ഒരു ബഹുമത സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് ഗാന്ധിസം പോലെ പ്രസക്തമായിട്ടുള്ള ഒരു വേ ഓഫ് വർക്കിംഗ് ആൻഡ് വേ ഓഫ് തിങ്കിങ് വേറെയില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൻ്റെ ആശയാദർശങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, നിലകൊണ്ടു. അദ്ദേഹം
പറഞ്ഞതെന്തോ അത് പ്രാവർത്തികമാക്കി. അദ്ദേഹത്തിന്റെ നിരർത്ഥകമായ ഒരൊറ്റ വാക്കും ഇല്ല. അപ്പൊ അത്തരം ഒരു തത്വചിന്തയുടെ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ ഗാന്ധിസം ഈ രാജ്യത്ത് ഇനിയും ഈ രാജ്യം എത്ര നിലനിൽക്കുന്നുവോ അത്രയും കാലം ആ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഗാന്ധിയൻ തത്വചിന്തകൾക്കും ഗാന്ധിയൻ മൂല്യങ്ങൾക്കും പ്രാധാന്യവും ഉണ്ട്.